പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ബി.ജെ.പി ശ്രമമെന്ന പരാതി. കർണകി നഗർ വെസ്റ്റിലെ സ്ഥാനാർത്ഥി രമേശ് കെയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നുവെന്നാണ് പരാതി. എന്നാൽ ആരോപണം ബി.ജെ.പി തള്ളി. രമേശിനെയോ ബന്ധുക്കളെയോ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് വാർഡ് കൌൺസിലറായ ബി.ജെ.പി നേതാവ് ജയലക്ഷ്മി പറയുന്നത്. വോട്ട് ചോദിക്കാൻ രമേശിന്റെ വീട്ടിൽ എത്തിയെന്നാണ് വിശദീകരണം. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ആരോപണത്തിന് പിന്നിലെന്ന് ബി.ജെ.പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. ഒരിക്കലുമില്ല. ഞങ്ങൾ ഇന്നലെ അവിടെ പോയത്, ഞാൻ വാർഡത്തെ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് ഞാൻ പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അല്ലാത്ത വേറെ ഒരു കാര്യങ്ങളും ഞാൻ അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ ചോദിച്ചപ്പോ അവരാണ് 50-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ഞാനത് ശരി, ഓക്കെ എന്നുള്ളൊരു അസംഷൻ അറിയിച്ചിട്ട് ഞാൻ വരികയും ചെയ്തു. അല്ലാത്ത അവരുടെ ഹസ്ബൻഡ് രമേശ് പറഞ്ഞവര് ഞാൻ വിളിച്ചിട്ടില്ല. അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് കോൾ വന്നത്. അത് പോയിട്ടുള്ള കാര്യം എനിക്ക് അത് പോയോ എന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ ജയലക്ഷ്മിയുടെ വാർഡിലെ ഒരു വോട്ടറാണ് അദ്ദേഹം. അവിടെ വാർഡിൽ രാത്രി 9:30 മണി, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ, 9:30 മണി വരെയും 10:30 മണി വരെയും 11 മണി വരെയൊക്കെ വീട് കയറുന്നുണ്ട്. ആ വീടുമായിട്ട് പരിചയമില്ലാത്ത ആളല്ല ജയലക്ഷ്മി. ആ വീട്ടിൽ ആദ്യമായിട്ട് പോകുന്ന ആളല്ല ജയലക്ഷ്മി. അവിടെ അവർ ഇത്തരത്തിൽ സമ്പർക്കത്തിൻ്റെ ഭാഗമായി പോകുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ എന്തിനാ ബേജാറാകുന്നത്? ബി.ജെ.പിയുടെ കൗൺസിലർമാരെ കാണുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുകയാണോ? പിന്നെ സുനിൽ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ വോട്ടർമാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ആ പ്രദേശത്ത് ആ വീട്ടിൽ മാത്രമല്ല പോയിരിക്കുന്നത്, ആ പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ പോയിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതെല്ലാം. സൂക്ഷ്മ പരിശോധനയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ വാർഡിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. വി.കെ. ശ്രീകണ്ഠൻ എം.പി, രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ അടക്കമുള്ളവർ രമേശിന്റെ വീട്ടിൽ എത്തി. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രതികരണം വ്യക്തമായി കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്? അങ്ങനെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടന്നതായി ഈ സ്ഥാനാർത്ഥി രമേശ് പറയുന്നുണ്ടോ? പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 50-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് രമേശ്. രമേശിന്റെ വീട്ടിലേക്കാണ് ഇന്നലെ വൈകിട്ട് 9:30 മണിയോടുകൂടി ഈ ബി.ജെ.പിയുടെ നേതാക്കൾ എത്തുന്നത്. ആദ്യഘട്ടത്തിൽ അവിടെ നിലവിലെ കൗൺസിലറായിട്ടുള്ള ബി.ജെ.പിയുടെ കൗൺസിലറായിട്ടുള്ള ജയലക്ഷ്മി എത്തി എന്നുള്ളതാണ് രമേശും ബന്ധുക്കളും പറയുന്നത്. അതിനുശേഷം പിന്നീട് ഇവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇത് വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് സുനിൽ എന്ന് പറയുന്ന നിലവിലെ ബി.ജെ.പിയുടെ മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥി കൂടി ഈ വീട്ടിലേക്ക് എത്തി രമേശിന്റെ കുടുംബത്തെ കാണുകയും പിന്നീട് രമേശിന്റെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നൊരു ആവശ്യം ഉയർത്തി എന്നുള്ളതാണ് രമേശ് പറയുന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെ വി.കെ. ശ്രീകണ്ഠൻ എം.പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രമേശിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പോലീസിന് ഉൾപ്പെടെ വിഷയങ്ങൾ അറിയിച്ച് ആ വീടിന് പോലീസ് കാവൽ ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു. ഇന്നും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് CPM-ന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതിന് പിന്നാലെ UDF-ഉം ബി.ജെ.പി മാത്രമായി ആ വാർഡിൽ പോരാട്ടം എന്ന് പറയുന്നത്. രമേശ് കൂടി ഈ പത്രിക പിൻവലിച്ചാൽ ഒരു ഏകപക്ഷീയമായിട്ടുള്ള വിജയം അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ബി.ജെ.പി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. തീർത്തും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കാനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പി നേതാക്കളായിട്ടുള്ള ജയലക്ഷ്മി അതുപോലെ തന്നെ സുനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടുള്ളത്. പോലീസിന് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രമേശിന്റെ കുടുംബം പറയുന്നത് ഇത്തരത്തിൽ രാത്രി 9:30 മണിക്ക് വന്ന് തങ്ങളോട് ഈ സ്ഥാനാർത്ഥി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ള, പക്ഷേ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ബി.ജെ.പി നേതാക്കളായിട്ടുള്ള ജയലക്ഷ്മി അതുപോലെ തന്നെ ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ. ജയലക്ഷ്മി പറയുന്നത് താൻ വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ് രമേശിന്റെ വീട്ടിലേക്ക് വന്നത്. ആ സമയത്താണ് രമേശിന്റെ ബന്ധുക്കൾ ഇന്ന് രമേശും മറ്റൊരു വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ രമേശിന്റെ ഫോണിൽ വിളിച്ച് ആശംസ അറിയിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനും അത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന് ബി.ജെ.പി വിജയിക്കുമോ എന്ന രീതിയിലൊരു വെപ്രാളമുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് ഉയർത്തുന്ന പരാതിയും ആരോപണവും മാത്രമാണ്. അല്ലാതെ യാതൊരു രീതിയിലും സ്ഥാനാർത്ഥികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ തങ്ങൾ ശ്രമിച്ചിട്ടില്ല. കാരണം 50-ാം വാർഡ് എന്ന് പറയുന്നത് തങ്ങൾക്ക് വലിയ രീതിയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന വാർഡാണ്. അവിടെ ഒരിക്കലും സ്ഥാനാർത്ഥികളെ സ്വാധീനിക്കുന്ന ഒരു ശ്രമം തങ്ങൾക്ക് നടത്തേണ്ടതില്ല എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ പ്രതികരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. ഏതായാലും പാലക്കാട് ടൗൺ നോർത്ത് പോലീസിനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി നേതാക്കൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ഈ വിഷയം പരിശോധിക്കുകയാണ്. രമേശിനെയും കുടുംബത്തിനെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൃത്യമായിട്ടുള്ള നിയമോപദേശം തേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിനെയും തീരുമാനം. ശരി, സൂക്ഷ്മ പരിശോധനയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ വാർഡിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. വി.കെ. ശ്രീകണ്ഠൻ എം.പി, രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ അടക്കമുള്ളവർ രമേശിന്റെ വീട്ടിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്.